പടം ദൃശ്യത്തിന് വേറൊരു ലെവല് പടം. നമ്മളിപ്പോൾ ചില ടി വി പ്രോഗ്രാമിൽ കാണും. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് സവാരി ടി വിയിലെ ചരിത്രം മുന്നിലൂടെ അതിൽ സമൂഹത്തിൽ പ്രബലരായ പല വ്യക്തികളും വന്ന് അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ പറയുക. അപ്പോൾ അതിൽ പോലീസ് ഉദ്യോഗസ്ഥരും വന്നിരുന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതുമായിട്ട് അങ്ങനെയാണ് ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത്. അതിനുശേഷം രണ്ട് സ്റ്റബോണായിട്ടുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ, ഒരാൾ CI, ഒരാൾ SA. പിന്നെ അവരുടെ ഒരു കേസ് അന്വേഷണവും അവരുടെ അത് അങ്ങനെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. നമുക്കിപ്പോൾ ഏതൊരു കേസിലും ആര് എന്തിന്, ചിലപ്പോൾ ആരെന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനെന്നുള്ളതായിരിക്കും. ഇതിലേക്ക് വരുന്ന ഒരു കഥയാണ്. അപ്പോൾ ജിസ്ജോ എന്നൊരു വ്യക്തി സ്ഥിരമായിട്ടുള്ള ഒരു പാറ്റേൺ മാറ്റി ഒന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം കുറേ ഒരു ലോജിക്ക്, കാരണം ഇങ്ങനത്തെ ഒരു കേസ് അന്വേഷണ കഥകളൊക്കെ ആയപ്പോഴത്തേക്കും കുറേ ലോജിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇടയ്ക്കൊക്കെ കുറച്ചൊരു ഇതുണ്ടായിരുന്നു, എന്നാലും ഒരു ഓൺ ടൈം വാച്ചബിൾ തന്നെയാണ്. നമുക്ക് അല്ല, ഇത് കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ഫാമിലി പടം തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ പോയിന്റ്സ് ഉള്ള ഇത് ലാസ്റ്റ് എന്താവും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് വരും. നമുക്കൊരു തോന്നല് വരും എന്താവും ലാസ്റ്റ് എന്താവും എന്നുള്ള ഒരു കൊള്ളാം, കണ്ടോണ്ടിരിക്കാം. പടം ദൃശ്യത്തിന് വേറൊരു ലെവല് പടം. ഈ പടം നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ആസിഫൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ ആസിഫ് അലീനെ നല്ല ഡയറക്ടർമാർക്കും നല്ല സ്റ്റോറിയും കൊടുത്ത് പുള്ളീനെ കൊണ്ടുവന്നാൽ പടം എങ്ങനെ നമ്മുടെ പ്രേക്ഷകരെ ഇരുത്തി കൈയടിപ്പിക്കാമെന്ന് സൂപ്പറാണ്. ആസിഫ് അലി സസ്പെൻസ് സൂപ്പർ. അതായത് പോലീസുകാരനിലുള്ള ഒരു കില്ലർ അതാണ്. പോലീസുകാർക്ക് പിള്ളേരുണ്ടാവുമല്ലോ. നല്ല പിള്ളേർ ഉണ്ടായില്ലെങ്കിൽ സ്വന്തം മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം മക്കളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ പോലീസുകാരിൽ ഒരു ക്രിമിനൽ ഉണ്ടാവും. ആ ഒരു സ്റ്റോറിയാണ് പടത്തിൽ എടുത്ത് വെച്ചേക്കുന്നത്. ആസിഫൊക്കെ സൂപ്പറാണ്. നല്ലൊരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. അല്ല, BGM ആ സെറ്റപ്പ് ഒന്നുമില്ല, കൊള്ളാം. ഡയറക്ഷൻ നല്ല രീതിയിലുണ്ട്. നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ ആസിഫ് അലിയുടെ അഭിനയമൊക്കെ നല്ല നീറ്റായിരുന്നു. അതായത് അങ്ങനെയുള്ള പടമല്ല ബ്രോ, ഒരു പതിഞ്ഞു പോണ പടമാണ്. ആദ്യം തൊട്ട് അവസാനം വരെ ആ ഒരു രീതിയിൽ പോണ ഒരു നല്ല പടമാണ്. നമുക്കിതേപോലത്തെ പുതിയ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാൽ പിന്നെ നല്ല പുതിയ സിനിമകൾ പ്രതീക്ഷിക്കാൻ തോന്നും. അതെന്ന് വെച്ചാൽ ഈ ഒരു കൂട്ടുകെട്ട് കൊള്ളാം. ഇടയ്ക്ക് വെച്ച് കുഞ്ചാക്കോനും ബിജു മേനോനും ഉള്ള അതേപോലത്തെ ഒരു നമുക്കിതിലും കാണാൻ പറ്റുന്നത്. നല്ല ആക്ടിങ് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു രണ്ടുപേരും. കൊള്ളാം, നല്ല പടം, അടിപൊളി. മൊത്തത്തിലൊക്കെയാണ് പടം, ഓക്കെയാണ്, ക്ലൈമാക്സ് എല്ലാം ഓക്കെയാണ്. ബിജു മേനോനും ആസിഫ് അലിയും പൊളിച്ച് വീണ്ടും വർക്കൗട്ടായി. കൊള്ളാം, നല്ല പടം. ജിസ്റ്റോയിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല പടം, ത്രില്ലർ. അടിപൊളിയായിരുന്നു.